5 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീട് വരുന്നത് തേവയ്ക്കലാണ്. ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം ഒരു 5.5 കിലോമീറ്റർ മാറി മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി. വീട് ഒരു നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും വീടിൻ്റെ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബോക്സി ടൈപ്പ് അതിന് താഴെ വരുന്നുണ്ട്. അവിടെ എല്ലാം ക്ലാഡിങ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് വലിയൊരു 4 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. അതിന് ചേർന്ന് തന്നെ ഒരു ചെറിയ ബാൽക്കണിയാണ് വരുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ താഴെ കാർ പോർച്ചാണ്, മുകളിൽ ബോക്സ് ടൈപ്പ് ഡിസൈനുകൾ വരുന്നുണ്ട്. അത്രയുമാണ് ഈ വീടിൻ്റെ എലവേഷൻ. ഒരു വൈറ്റ് കളർ പെയിൻറ്റിങ് തീമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. ഏകദേശം 4 മീറ്റർ വിടുത്തുള്ള റോഡാണ് നൽകിയിരിക്കുന്നത്. അവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് മതിൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിൽ നൽകിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂ ഡിസൈനിൽ നമുക്ക് ആ വെർട്ടിക്കൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് നമുക്കൊരു പെഡസ്റ്റൽ ഗേറ്റാണ്. ഇത് തുറന്നാൽ അകത്തേക്ക് പ്രവേശിക്കുക. മെയിൻ ഗേറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അത് സ്ലൈഡിങ്ങിലാണ് ആ ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഇതാണ് മെയിൻ ഗേറ്റ്. സ്ലൈഡ് ചെയ്യാവുന്ന ഗേറ്റാണ്. ഈ ഭാഗത്തൊരു ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റും വരുന്നുണ്ട്. പിന്നെ ഈ വീടിൻ്റെ കാർ പോർച്ച് വരുന്നത് ഈ ഗേറ്റിനോട് ചേർന്ന് ആണ് കാർ പോർച്ച് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിലാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വന്നാൽ അറിയാം, നമ്മളെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നത് ഈ കാർ പോർച്ച് തന്നെയാണ്. വലിയ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയ വലിയ കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. അതിൻ്റെ ഭംഗി കൂടി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് KW വാട്ടർ കണക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കിണർ വെള്ളവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. ഇപ്പോൾ കിണർ വരുന്നത് കിഴക്ക് വടക്കേ മൂലയിൽ തന്നെയാണ്. ഇതാണ് കിണർ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ലഭ്യമാണ്. കൂടാതെ KW വാട്ടർ കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പ്ലാന്റർ ബോക്സ് വീടിനോട് ചേർന്ന് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഭിത്തിയിൽ ക്ലാഡിങ് ടൈലുകൾ ഒട്ടിച്ച മുകളിലേക്കും ആ ഒരു ഡിസൈൻ പാറ്റേൺ പോകുന്നത് നമുക്ക് കാണാനാവുന്നുണ്ട്. വീടിൻ്റെ ഈ ഭാഗത്തും കാർ പോർച്ചിനോട് ചേർന്ന് ഈ ഭാഗത്തും നമുക്ക് ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ നമുക്ക് വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം 2000 ലിറ്റർ വലിപ്പമുള്ള ഒരു വാട്ടർ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയ പ്ലാന്റർ ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ട്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 മീറ്ററാണ് ഇവിടുത്തെ സ്പേസ് വരുന്നത്. വീടിൻ്റെ പുറകിലും നടക്കാനുള്ള ആവശ്യമുള്ള സ്പേസ് ലഭ്യമാണ്. ഇപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് വൈറ്റ് കളർ ടൈൽ, ഒരു സാൻഡ്വിച്ച് പോലെ അതും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ക്ലാഡിങ് ടൈലുകൾ ഒട്ടിച്ച് അത് പോളിഷ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോർ. മെയിൻ ഡോർ 2 പാളികളിലായിട്ടാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. തേക്കിൻ്റെ ഡിസൈനാണ് വരുന്നത്. ഈ പാളികളെല്ലാം ഇവിടെ ഈ കട്ടളകളെല്ലാം പാനൽ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ വയ്ക്കാണ്ട് മെയിൻ ഡോർ തുറന്ന് നമുക്ക് ലിവിങ് ഏരിയയിലേക്ക് പ്രവേശിക്കാം. മെയിൻ ഡോർ തുറന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഡബിൾ ഹൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമുക്ക് പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഡൈനിങ് ഏരിയയിലേക്കും ലിവിങ് ഏരിയയിലേക്കും എല്ലാം നമ്മൾ തിരിഞ്ഞു പോകുന്നത്. ഈ ഭിത്തിയിൽ ഗോൾഡൻ ഡിസൈനിൽ വരുന്ന ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട്. അത് മുകൾ ഭാഗം വരെ, വീടിൻ്റെ 2ാമത്തെ നില മുകൾ ഭാഗം വരെ അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഇതാണ് ലിവിങ് ഏരിയ. വിശാലമായിട്ടുള്ള നല്ല വലിയ ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബാണ് അഴികളായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ഏരിയയിൽ നിന്ന് നമ്മൾ കണ്ട ജനലാണ്. ഇവിടെ 4 പാളിയുള്ള ജനലാണ് നൽകിയിരിക്കുന്നത്. 3 ഫേസ് കണക്ഷനാണ് നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് കണക്ഷനൊക്കെ വരുന്നത് V-ഗാർഡിൻ്റേതാണ്. ഇതാണ് TV യൂണിറ്റ്. ഈ ഭിത്തിയിൽ നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിലുള്ളതാണ് TV യൂണിറ്റ്. സെൻട്രൽ ഭാഗത്ത് ഒരു മാർബിൾ ഡിസൈനിൽ വരുന്ന ലാമിനേഷൻ ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് TV നൽകേണ്ടത്. അതിന് പുറകിലും ബാക്ക്ഗ്രൗണ്ടിലും പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യൂരിയോസൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് LED ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. മുകളിൽ ഒരു ലെഡ്ജും കൊടുത്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ്.
ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് അത് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു നിഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡ്രോയേഴ്സും കുറച്ച് സ്റ്റോറേജ് സ്പേസും അവിടെ കാണാം. അകത്തേക്ക് വരുമ്പോൾ ഫ്ലോറ് നമ്മൾ വിരിച്ചിരിക്കുന്നത് വുഡൻ ഫിനിഷ് വരുന്ന ടൈലുകളാണ്. കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. മുകളിലും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കാണാം. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല മാറ്റ് ഫിനിഷ് ഉള്ള വാൾ ടൈലാണ്. ഏകദേശം ഗ്രേ കളർ ടോണിൽ വരുന്ന വാൾ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ ചെറിയ ഹോൾ സീലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. ഈ കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി, ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി അവൈലബിൾ ആണ്. ഇതാണ് ആ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഒരു ഫ്ലെക്സിബിൾ ടാപ്പ് കൂടെ കൊടുത്തിരിക്കുന്നു. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട്. മിക്സി അതുപോലത്തെ വയ്ക്കാനുള്ള ഒരു സ്പേസ്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. അവിടെയും ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പേസിലേക്ക് പോകാം. ഇവിടെ നിന്നാണ് 2 ബെഡ്റൂമുകളിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്ന വാളിൽ നമുക്ക് വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് ഈ ബെഡ്റൂം ആദ്യം നോക്കാം. ബെഡ്റൂമിൻ്റെ ഡോറെല്ലാം നമുക്ക് റെഡിമെയ്ഡായി കിട്ടുന്ന ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ബെഡ്റൂം. വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. എൻ്റെ പുറകിൽ നോക്കിയാൽ ഒരു 3 പാളി ജനൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നമുക്ക് 2 ജനലുകൾ വരുന്നുണ്ട്. 2 വശത്ത് 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് വാൾ പേപ്പറാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് അത് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും വലിയ സ്പേസുള്ള വാർഡ്രോബാണ്. സെൻട്രൽ ഭാഗത്തും ക്യൂരിയോ സ്പേസുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം സ്പേസ് അവൈലബിൾ ആണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. സൈഡിലായിട്ട് കോവ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഷ്റൂം. വാഷ്റൂമിലേക്ക് വരുമ്പോൾ FRP ഡോറാണ്. ET വുഡിൻ്റെ കളറുള്ള FRP ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെറ്റും ട്രെയുമായിട്ട് ഈ വാഷ്റൂം നമുക്ക് തിരിച്ചിട്ടുണ്ട്. ഈ അവസാന ഭാഗത്തായിട്ടാണ് ഷവർ ഏരിയ വരുന്നത്. 2 ഡിഫറെൻറ്റ് കളറുള്ള ടൈലുകൾ ഡിഫറെൻറ്റ് പാറ്റേണുകളിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ സെറയുടെ ക്ലോസറ്റ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ട്രേ ഏരിയയിലാണ് വരുന്നത്. ഇവിടെ സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ ബെഡ്റൂം വലിയ ബെഡ്റൂമാണ്. ഏകദേശം 13 വലിപ്പമുള്ള നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ വരുന്നത്. ജനലുകൾ ഓരോ പാളികളിലാണ് സൈഡ് കോർണേഴ്സിലായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഭിത്തിയിൽ വാൾപേപ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് വാൾപേപ്പർ, ഭംഗിയുള്ള വാൾപേപ്പറാണ് വരുന്നത്. ഇത് കാർ പോർച്ചിൻ്റെ പുറകെയുള്ള ജനലാണ്. 4 പാളിയുള്ള വലിയ ഫ്രഞ്ച് വിൻഡോ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് വാർഡ്രോബ്. ഡ്രസ്സിങ് ഏരിയക്കുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിറർ വരാനുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാ നിഷുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. സെൻറ്ററിൽ ഒരു വൈറ്റ് കളറുള്ള ഫാൻ നൽകിയിരിക്കുന്നു. ഇതാണ് വാഷ്റൂമിൻ്റെ ഡോറ് നമ്മൾ നേരത്തെ കണ്ട ETയുടെ ഡിസൈനിൽ വരുന്ന ഡോറാണ്. പിന്നെ ഈ ബാത്റൂമിൻ്റെ വേറൊരു പ്രത്യേകത, ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഗ്ലാസ് പാർട്ടീഷൻ. നമുക്കിവിടെ വെറ്റ് ഏരിയയാണ്. ഇത് ഗ്ലാസ് ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്പേഷ്യസ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. മുകളിൽ നിന്ന് ആണ് ഷവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് വരുന്നത്. കൺസീൽഡ് ഫ്രഷ് ടാങ്കും കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു വാനിറ്റി കൗണ്ടറും ഒരു വാഷ് ബേസിനും ഒരു മിററും ഒക്കെ ആയിട്ട് അവിടെയും നൽകിയിരിക്കുന്നു. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. ആദ്യം തന്നെ സ്റ്റെപ്പ് നോക്കാം. സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്ന ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലാണ്. ഇവിടെ ടഫൻഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന നല്ല ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ്. റേസറായി ടൈലാണ് വരുന്നത്. നല്ല വീതിയുള്ള സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് 4 പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല കവർ ചെയ്ത് നല്ല സേഫ്റ്റി ആയിട്ട് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്.
ഈ സ്റ്റെപ്പ് കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഷാൻഡിയർ കാണാം. ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ്. ഈ ഡൈനിങ് ഏരിയയുടെ മുകൾ ഭാഗമാണിത്. ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റിങ് കൊടുത്തിട്ട് ഫോൾ സീലിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. താഴെ നമ്മൾ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഭാഗത്ത് ഫോൾ സീലിങ്ങിൽ വരുന്നത്. ലൂവർ ഡിസൈൻ പാറ്റേൺ, 3 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ അപ്പാഷ്യോ സ്പേസിൽ നിന്ന് കണ്ട ഒരു സ്പേസാണിത്. മുകളിലേക്ക് ഇങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ പർഗോള കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം മനോഹരമായി തന്നെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതേ ജനൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഭിത്തിയിൽ നൽകിയിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ 2 യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സെൻറ്റർ ഭാഗത്ത് TV വയ്ക്കാനുള്ള ഓപ്ഷനാണ്. ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്യൂരിയോ സ്പേസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതുപോലൊരു ഭിത്തിയിലൊരു വാൾപേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടാണ്. അതിൻ്റെ 2 സൈഡിലായിരുന്നു 2 ബെഡ്റൂമുകൾ വരുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ചാനൽ, ആ ഭിത്തിയിൽ 2 പാളി ചാനൽ കൊടുത്തിരിക്കുന്നു. പിന്നെ മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് വരുമ്പോൾ ലൂവർ ഡിസൈൻ പാറ്റേൺ 2 ഡിഫറൻറ്റ് സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ സിലിണ്ടറിക്കൽ LED ലൈറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വാർഡ്രോബ്. ഭംഗിയുള്ള വാർഡ്രോബ്, ഭിത്തിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിലുള്ള വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. താഴെ ഒരു ക്യൂരിയോ സ്പേസ് വരുന്നുണ്ട്. ഇനി ബാത്റൂമാണ്. ബാത്റൂമും നല്ല ഭംഗിയിൽ തന്നെയുള്ള ബാത്റൂമാണ്. അതേ സെയിം ഡിസൈനിലുള്ള ബാത്റൂം ഡോർ, FRP ഡോറ് നൽകിയിരിക്കുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ. ഇവിടെ നമുക്ക് നേരെ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ്. കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വരുന്നുണ്ട്. ഇവിടെ സെറയുടെ ഒരു വാഷ് ബേസിനും ഒരു വാനിറ്റി കൗണ്ടറും സ്റ്റോറേജ് സ്പേസും മിററും എല്ലാം ആയിട്ട് നൽകിയിരിക്കുന്ന നല്ലൊരു ഏരിയ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ അറിയാം, ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. ഇവിടെ മുകളിൽ നിന്നാണ് സൈഡിൽ നിന്നാണ് ഷവർ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 4ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാൽക്കണിയിലാണ്. ഒരു സ്റ്റാൻഡിങ് ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഇവിടെ മറച്ചിട്ടുണ്ട്. അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് ഡോറും കൊടുത്തിട്ടാണ് ഈ ബാൽക്കണിയിലേക്ക് ഇറങ്ങേണ്ടത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ജനലാണ്. മുകളിൽ ഫോൾ സീലിംഗ് വരുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് ലൂവർ പാറ്റേൺ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും അതുപോലെ നൽകിയിട്ടുണ്ട്. സിലിണ്ടറിക്കൽ LED ലൈറ്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വാർഡ്രോബിൻ്റെ സ്പേസാണ്. നല്ല വലിയ ഒരു വാർഡ്രോബ് തന്നെ ഈ ഭിത്തിയിൽ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് സൗകര്യമുള്ളതാണ്. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ബാത്റൂമാണിത്. ഇനി ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയാണ്. ഇതാണ് മെയിൻ ബാൽക്കണി. ഒരുപാട് വലിയ സ്പേസ് അല്ല ഈ ബാൽക്കണിയിൽ വരുന്നത്. ഈ ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക്, ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് ഇങ്ങനെയാണ്. പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബും സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രിപ്പുള്ള നല്ല ടൈലുകളാണ്. ഇവിടെ ആ പില്ലർ, നമ്മൾ ഈ പില്ലർ താഴെ കണ്ടിരുന്നു, സിറ്റ് ഔട്ടിൽ കണ്ട അതേ പില്ലറാണ്. ക്ലാഡിംഗ് ടൈലുകൾ അതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റുള്ള നല്ല ഭംഗിയുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടത്. ഈ വീട് വരുന്നത് തേവയ്ക്കൽ എന്ന സ്ഥലത്താണ്. ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 6 കിലോമീറ്ററാണ് ഇവിടുന്ന്. വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ആയിരിക്കും ദൂരം. അത് ക്യാൻസർ സെൻറ്ററിലേക്കും അത്ര തന്നെയാണ് ദൂരം വരിക. അപ്പോൾ കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് ഒരു 4-5 കിലോമീറ്റർ താഴെ ആയിരിക്കും ഏകദേശ ദൂരം വരിക. 3 വാഹനങ്ങൾ ഈ വീട്ടിൽ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ കിണർ വെള്ളം അവൈലബിൾ ആണ്. KWA വാട്ടർ കണക്ഷനുമുണ്ട്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 1,15,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് നമ്മുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള ധാരാളം വീടുകളുടെ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും. അതെല്ലാം തത്സമയം ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.